മന്നാറിന്റെ ഒരുമയിൽ ഒരു നാടിന്റെ സ്വപ്നമായ മേൽപ്പാടം ചുണ്ടൻ നീരണിഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 12:25-നും 12:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ശില്പി സാബു നാരായണൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽപ്പാടം ചുണ്ടൻ നീരണിഞ്ഞത്. കഴിഞ്ഞ മാർച്ച് 26-നായിരുന്നു വള്ളസമിതി രൂപീകരിച്ച് വള്ളത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കുട്ടനാട്ടിൽ ഓരോ ദേശത്തിനും സ്വന്തമായി വള്ളങ്ങളുണ്ട്. സ്വന്തമായി തങ്ങളുടെ ദേശത്തിനും ചുണ്ടൻ വെള്ളം എന്ന മേൽപ്പാടത്തുകാരുടെ ആഗ്രഹമാണ് നീരണിഞ്ഞത്. വിയ്യപുരം പഞ്ചായത്തിന്റെ 3, 4, 5 വാർഡുകളും മാന്നാർ പഞ്ചായത്തിന്റെ 1, 2 വാർഡുകളും ഉൾപ്പെടുന്ന പ്രദേശവാസികളായ 450 അംഗങ്ങളാണ് ചുണ്ടനായി ഇറങ്ങിത്തിരിച്ചത്. കഴിഞ്ഞ മാർച്ച് 26-ന് വള്ളസമിതി രൂപീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നിർമ്മാണത്തിനാവശ്യമായ ഭാരിച്ച തുക കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കൂറ്റൻ ആഞ്ഞിലിത്തടികൾ കാലടിയിലെ മില്ലിൽ കൊണ്ടുപോയി അറുത്ത് പലകയായി എത്തിച്ചു. 3 കിൻഡൽ ഇരുമ്പ്, 40 കിലോ പിത്തള, 25 കിലോ ചെഞ്ചല്യം എന്നിവയും നിർമ്മാണത്തിനുപയോഗിച്ചു. കഴിഞ്ഞ ജൂലൈ 14-നായിരുന്നു ഉളികുത്തൽ കർമ്മം. കോയിൽമുക്ക് നാരായണൻ ആചാര്യയുടെ മകൻ സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലായിരുന്നു മേൽപ്പാടം ചുണ്ടന്റെ നിർമ്മാണം. മേൽപ്പാടം ചുണ്ടന്റെ നിർമ്മാണത്തിന് ഏതാണ്ട് 800 ക്യൂബിക് ഫീറ്റ് തടിയായിട്ട് ആഞ്ഞിലിത്തടി എടുത്തിട്ടുണ്ട്. അതുപോലെ 300 കിലോയോളം ഇരുമ്പ്, 40 കിലോയോളം പിത്തള, പിന്നെ 25 കിലോയോളം ചെഞ്ചല്യം, അങ്ങനെ നിർമ്മാണത്തിന് ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി കൊടുത്തു. അതേപോലെ തന്നെ ഒരു 1600 തച്ചായിട്ടുണ്ട്. നീരണിയൽ ചടങ്ങിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരവും സംവിധായകനുമായ മധുപാൽ മുഖ്യാതിഥിയായിരുന്നു. ജനം, ആലപ്പുഴ.